ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഞങ്ങൾ വെറുതെ ബോറടിച്ചപ്പോൾ ഞങ്ങളുടെ അടുത്ത് ഒരു ചെറിയൊരു കുഞ്ഞു കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയൊരു പാർക്ക് പോലെ വന്നിട്ടുണ്ട്, ബാബ ഹട്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടേക്ക് വന്നേക്കണേണ്. പിന്നെ ഇത് ഞാനും ചിന്നയും അയാനും ഉണ്ട്. അയാനോട് വന്നേക്കണം. നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ ഒരു വെയിലുള്ള പൊട്ടും വരാൻ പറ്റൂല. അപ്പോൾ ഞാൻ എന്തേ ക്ലാസ്സൊക്കെ എടുക്കാൻ നേരത്തെ ഇവിടെ വന്നിട്ട് എടുക്കാമെന്നും പറഞ്ഞ് ഇവിടെ വന്നേക്കണേണ്. നല്ല രസമുണ്ട് അത്യാവശ്യം. എൻ്റെ ബാക്കിൽ നല്ല കായലാണിത്. നല്ല തോടല്ലാന്ന് തോന്നുന്നത്. എന്നിട്ട് നല്ല വെള്ളവും കാര്യങ്ങളും. ഞങ്ങളിപ്പോൾ ഒരു ഏർമാടം എന്നല്ലേ പറയണേന്, ഏർമാടം പോലെ അവർ പണിതിട്ടുണ്ട്. അതിലിരിക്കണേണ്. ഞാൻ അവൻ്റെ താഴത്തൊക്കെ ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നല്ല ഞങ്ങളൊരു ദിവസം ഉച്ചയ്ക്ക് കണ്ടിട്ടുണ്ടായിരുന്നു ഇതൊക്കെ വരുന്നതിന് മുമ്പ്. ഇത് ഇങ്ങനെ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യണതിന് മുമ്പ്. വെയിലത്തൊട്ട് വരാൻ പറ്റില്ല, പക്ഷെ ഒരു ഈവനിങ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ നല്ല കാമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്. നല്ല രസമുണ്ട്. വീഴുന്നു ഫുൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മൾ. ചിന്നാക്ക് ഹൈറ്റ് പേടിയായതുകൊണ്ട് ഏർമാടത്തിൽ നിന്ന് താഴത്തോട്ട് പോയി. അയാനും പോയി. അവർ അവിടെ ഈ ഇങ്ങനെ കാറ് റൈഡുകൾ പോലെ ചിന്നയും അയാനും അവിടെ ഇരിക്കുകയാണ്. പിന്നെ നമ്മുടെ ബാക്കിലുള്ള ഈ കായലില്ലേ, അവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുട്ടികൾക്കാണെങ്കിലും നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ബോട്ടിംഗ് ഉണ്ട്. പെർ ഹെഡ് 100 ആണെന്ന് തോന്നുന്നു ബോട്ടിങ്ങിൽ. അത്യാവശ്യം നമുക്ക് ബോട്ടിങ് ചെയ്യാനുള്ള ഒരു ഏരിയയും അവരുണ്ടാക്കിയിട്ടുണ്ട്, പായലൊക്കെ കളഞ്ഞിട്ട്. പിന്നെ ഇവിടെ ഫുഡ് അധികം അതിൻ്റെ ഇത് കിട്ടിയിട്ടില്ല, ലൈസൻസ് കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ കറൻറ്റ്ലി അവർ കൊടുത്തിട്ടുണ്ട്, ഇപ്പോൾ അതിനുള്ള ലൈസൻസ് കിട്ടിയിട്ടില്ല. പുറത്ത് മറ്റേ കട്ട്ലറ്റ് അങ്ങനത്തെ കടികളില്ലേ, അതൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഷെയ്ക്ക്, ഫലൂദ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഡ്രിങ്ക്സ് എന്ത് വേണമെങ്കിലും നമുക്ക് വേണമെങ്കിൽ ഓർഡർ ചെയ്യാം. ചിന്ന അവിടെ ഊഞ്ഞാലയിലിരിക്കുകയാണ്. അയാൻ അവിടെ വണ്ടിയിൽ കളിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ ക്ലാസ് എടുത്തോണ്ടും നല്ല രസമുണ്ട് ഇവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നത്. ആ ഏർമാടത്തിൽ നമ്മൾ ഇത്ര നേരം ഇരുന്നിരുന്നത്. ഞാൻ ഇഷ്ടപ്പെട്ട വായിൽ കൈയിടല്ലേ. ചിന്ന സ്ഥലത്തിനെ കുറിച്ച് അതിൽ പറയാനുണ്ട്. നല്ല സ്ഥലം, എൻ്റെ നാടല്ലേ മോളെ. സ്ഥലത്തിനെ കുറിച്ച് ഇപ്പൊ പ്രത്യേകിച്ച് നിങ്ങളുടെ നാട്ടിൽ ഇത് മാത്രമേ ഉള്ളൂ, അതാ പ്രശ്നം. നല്ല കുറെ വെള്ളവും കായലും അല്ലേ. അതെങ്ങനെയുണ്ട്? പച്ചത്തക്കാളി ഉണ്ടായി കിടക്കുന്നുണ്ട് ഗൈസ്. നല്ല ഉണ്ടോ. അത്യാവശ്യം കുറച്ച് ടൈം കുട്ടികൾ ഔട്ട്ഡോറായിട്ട് എൻഗേജ് ചെയ്യാനായിട്ട് നമുക്ക് ഇരുത്താൻ പറ്റും. അതിനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. പിന്നെ ആ വണ്ടി, ഇലക്ട്രിക് വണ്ടി, അത് നമുക്ക് പേ ചെയ്ത് കഴിഞ്ഞാൽ യൂസ് ചെയ്യാമെന്ന് തോന്നുന്നു. ചോദിച്ചു നോക്കായിരുന്നല്ലേ. വർക്കിംഗ് ആര് കുത്തിയിട്ടൊക്കെയാണ്. മീനുണ്ടല്ലേ അതിൽ ആ കാണുന്ന വെള്ളച്ചാട്ടത്തിൽ മീനുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഞാൻ അന്ന് വന്നപ്പോൾ കണ്ടായിരുന്നു. ഇതിൻ്റെ 3 ചുറ്റും എനിക്ക് തോന്നുന്ന വെള്ളമാണെന്ന്. മീനല്ല, ആമ ഉണ്ടെന്ന് തോന്നുന്നു ഇതിലാമ. അയ്യോ, അതെ 2 ആമകൾ കിടക്കുന്നുണ്ട്.
നല്ല ഞാൻ ക്ലാസ് എടുക്കണോണ്ട് ചിന്ന അയാനോട് പെട്ടിരിക്കുകയാണ്. അയാനെ ഓടിക്കളയും. അയാനെ വണ്ടിയിൽ കയറണോ ചോദിച്ചോക്കട്ടെ. ദേ അവൻ്റെ ശുഷ്കാന്തിക്ക് അയാനൊരു ഫ്രണ്ടിന് കിട്ടിയിട്ടുണ്ട്. സന്തോഷമായി അയാന്. മാലിക്കിന്റെ ജീവിതം തന്നെയായി. ഇതൊക്കെയാണ് അവന്റെ ഹാപ്പിനെസ്. ആരാണ് ഷോക്കുട്ട? ഇവിടെ അത്യാവശ്യം ഫുഡ് കോർട്ടിൻ്റെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഔട്ട്ഡോറും ഉണ്ട് ഇൻഡോറും എന്നുള്ള രീതിയിൽ. ഈ വ്യൂ കണ്ടിട്ട് നമുക്ക് ഇപ്പം ഇവിടെ ഷേക്കും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. കുറച്ചാൾ കഴിയുമ്പോൾ വരുമെന്നാണ് പറയണത്. ഫുഡും കാര്യങ്ങളൊക്കെ വരും. ഐ ലവ് ബാബ ഹട്ട്. അയാൻ ഹാപ്പിയാണ് ഇവിടെ വന്നിട്ട്. അയാൻ നല്ല ഹാപ്പിയാണ്. എനിക്ക് അധികം എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല ക്ലാസ് ഉള്ളതുകൊണ്ട്. നമ്മൾ ഫുഡ് ഷേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് ഉമ്മിച്ച് അവർക്ക് അറിയാവുന്ന ആൾക്കാരാണ്. പറഞ്ഞോളൂ തന്നെ. അതുകൊണ്ടൊരു 2 സമൂസ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഋഷി വരണുള്ളൂ. അയാനും അയാൻ്റെ അമ്മായും കൂടെ പഠിപ്പിച്ച ഇങ്ങനത്തെ കാര്യങ്ങളാണ്. അയാൻ ഞങ്ങൾ ഷേക്ക് വന്നുണ്ട്. ഞാനൊരു സ്ട്രോബെറി ഷേക്കും ചിന്നൊരു ടെൻഡർ കോക്കനട്ടിന്റെ ഷേക്കും. അയാന് ജ്യൂസ് പറഞ്ഞിട്ടുണ്ട്. ജ്യൂസ് വരച്ച അതിന്റെ തണുപ്പില്ലാത്ത ജ്യൂസ് വരും. അയാന് തണുപ്പില്ലാത്തൊരു വാട്ടർ മെലന്റെ ഫ്രഷ് ജ്യൂസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അയാന് സൂപ്പറാണോ? നോക്കിയോ മീ നോക്കിയേ. ഓ ചിന്ന ഓ സൂപ്പറാണോ? ചിന്ന പറഞ്ഞ ടെൻഡർ കോക്കനട്ടിന്റെ ഐസ്ക്രീം ജ്യൂസ് ശരിക്കും ടെൻഡർ കോക്കനട്ട് ഷേക്ക് പോലെ ആണോ? എങ്ങനെയുണ്ട്? സൂപ്പർ. ഞാൻ ഇതിനു മുമ്പ് കഴിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. നല്ല രസമുണ്ട് ഇവിടുത്തെ ഷേക്ക്. ഒരു നോർമൽ ഷുഗർ ഒക്കെ ഒരു ഷാർജ ഷേക്ക്. വെരി ഗുഡ്. വാട്ട് ഈസ് അയാന് ഷെയ്ക്കിന്റെ പാത്രത്തിലോട്ട് ജ്യൂസ് ഒഴിച്ചിട്ട് കുടിപ്പിച്ചോണ്ടിരിക്കുകയാണ് ഇപ്പൊ. കുടിക്കുന്നുണ്ട്. ഷേക്ക് എങ്ങനെയുണ്ട്? ഒന്ന് കുടിച്ചിട്ട് ഉമ്മിനോടൊന്ന് അഭിപ്രായം പറഞ്ഞേ. ഷെയ്ക്ക് എങ്ങനെയുണ്ട്? അതിനെങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് എടാ ഞാന് എങ്ങനെയുണ്ട്? എല്ലാം ഗുഡായി പണി. ഐ ലവ് ബാബ ഹട്ട് എഴുതി വെച്ചിട്ടുണ്ട്. കണ്ട, ഇതാണ് സെറ്റപ്പ്. 10-15 സംഭവം കൊള്ളാം. നമ്മളൊരു നല്ല സൂപ്പർ ഷേക്കാണ് കേട്ടോ. ഒന്നും പറയാനില്ല. പുള്ളി ഇവിടെ ഉള്ളതല്ല, വേറെ ഏതോ സ്ഥലത്തുള്ള ആളാണ് ഷേക്കൊക്കെ ഉണ്ടാക്കണം. നല്ല രസമുണ്ട് ഷേക്ക്. ഞങ്ങൾ പുള്ളിനോട് പറയുകയും ചെയ്ത് നല്ല ഷേക്കൊക്കെയാണെന്ന്. ഞങ്ങളൊരു ഷാർജ ഷേക്ക് പാഴ്സലും പറഞ്ഞിട്ടുണ്ട്. ഗ്ലാസിൻ്റെ അത്ര ഉണ്ടാവാൻ. അപ്പോൾ നമ്മൾ 1 മണിക്കൂറായി ഇവിടെ വന്നിട്ട്. സമയം പോയത് അറിഞ്ഞില്ല. പെട്ടെന്ന് 1 മണിക്കൂറായില്ലേ. അപ്പോൾ കറക്റ്റ് 5 മിനിറ്റ്. ഞാൻ വെറുതെ ഇരിക്കുകയായിരുന്നു. ചിന്നായി എൻ്റെ പുറകെ കിടക്കിയിരുന്നു. ഇപ്പോഴും അതെ. 5 മിനിറ്റ് മതി വീടെത്താൻ. 5 മിനിറ്റ് വേണ്ടെന്ന് തോന്നല്ലേ? 5 മിനിറ്റ് വേണ്ട വീടെത്താൻ. അപ്പോൾ 6:30 ഇതാക്കി. ഇപ്പോൾ ക്ലാസ് കഴിഞ്ഞ് 6:45 എനിക്ക് വേറെ ക്ലാസ്. അതിനുള്ള വീടെത്തണം. ഇവിടെ കോലുകളി തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെയാണ് കയ്യിലിരിപ്പ്. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞേ. ലൈക്ക് ചെയ്യാൻ പറയും. ആകെ വൃത്തിയായിട്ട് വെച്ചിപ്പോ. ഞാൻ ആദ്യം അത് ഇവിടെ ഒരു മനുഷ്യൻ ഉണ്ടായില്ല. പക്ഷെ ഇപ്പൊ അറിഞ്ഞറിഞ്ഞ കുറെ പേര് വന്നിട്ടുണ്ട്. ബാക്കിലൊക്കെ ഒരു ഫാമിലി ഇരിപ്പുണ്ട്. നമുക്ക് ഇവിടുത്തെ ആംബിയൻസ് ആണ് ഇതിന്റെ ഹൈലൈറ്റ്. ചുറ്റും ഇങ്ങനെ വെള്ളവും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത്. എന്തായാലും നല്ല രസമുണ്ട്. ഇല്ല, അവിടെ ഉണ്ട് കയ്യണ വാശേരി ഉണ്ട്. കുറച്ചേരം ഇങ്ങനെ കുടിക്കാം. പാഴ്സല് പ്രൊഡക്റ്റീവ് ഈവനിങ് ആയിരുന്നു എന്നാണ്. ഇത് നേരത്തെ ഉണ്ടായില്ലല്ലോ. നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്.
അപ്പം അതേ ഫർസാന വണ്ടിയൊക്കെ എടുത്ത് വരണുണ്ട്. എന്നോട് പ്രത്യേകം പറഞ്ഞ് ഇത്താത്ത വണ്ടി ഓടിക്കണം, വീഡിയോ എടുക്കണം എന്ന്. അപ്പം അത് കാരണം ഞങ്ങളിവിടെ പുറത്തേക്കാണ്. ഇവിടെ ഒരു ഗട്ടറുണ്ട്. ചിലപ്പോൾ ആ ഗട്ടറിൽ ഞങ്ങൾ രണ്ടൊരു വീണാല. ഞങ്ങളൊരു വലിയ ചലഞ്ചാണ് ഏറ്റെടുത്തത്. ലൈറ്റൊക്കെ കത്തിച്ച് വരണുണ്ട് ഫർസാന. വ്ളോഗറാന്ന് വിചാരിച്ച് കുറേ പേര് പച്ചുനെ നോക്കണുണ്ടായിരുന്നു. അതെ, കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞിങ്ങനെ കണ്ട് നല്ല പരിചയം ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ ഇരിക്കണവര് ആ ഊനാലാടുന്നു. അപ്പൊ ഞങ്ങള് തിരിച്ചു പോകണേണ്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ ബൈ. ബൈ ബൈ എന്ന് പറയും. വീണ്ടും കാണുന്നത് വരെ പിന്നെ കാണാം. ബൈ ബൈ.